ബിഗ് ബോസ് സീസണിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. ഒന്നും രണ്ടും പേരും അവിടെയും ഇവിടെയും ഇരിക്കുന്നതൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഉറക്കമാണ്. കുറച്ചു കഴിഞ്ഞ് അവരും ഉറക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഇതിന് ഒരു താക്കീതും കൊടുക്കാത്തത്. ലൈവിൽ രേണുസുധിയെ കുറിച്ചൊരു ചർച്ചയായിരുന്നു. നമ്മുടെ സാബുവും അഭിലാഷും അതുപോലെ തന്നെ മുൻഷിയും കൂടെ ചേർന്നിരുന്നു കൊണ്ടാണ് ഉണർന്നിരുന്ന രേണുസുധിയെക്കുറിച്ച് ഓരോന്നും പറഞ്ഞിരുന്നത്. ഇവർ 3 പേരും കൂടിയാണ് ചർച്ച ചെയ്തിരുന്നത്. രേണുസുധി എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു കോമഡി ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് റീച്ചൊക്കെ ഇത്തിരി കുറവായത് കൊണ്ട് രേണുവിൻ്റെ കൂടെ ഒരു റീൽ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും രേണു ഇവിടെ വന്ന സ്ഥിതിക്ക് അത് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ മുൻഷി പറയുകയാണ്. അഭിലാഷിൻ്റെ അടുത്തും സാബുവിൻ്റെ അടുത്തും പറയുകയാണ്, എൻ്റെ ഫീൽഡിലൊന്നും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വരാനില്ല. എനിക്കങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും ഞാൻ കാണാറില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, ഉഫ്, ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ ഫീൽഡിൽ വരും അത്ര വൈറൽ ആയിരുന്നു എന്ന് വെച്ചാൽ എന്തുമാത്രം കണ്ടൻറ്റാണ് അവരെക്കുറിച്ച് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അഭിലാഷും പറയുന്നുണ്ട്. അപ്പോൾ രേണു എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് ഇവരൊക്കെ കാണുന്നത് എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആരും രേണുവിനെ ഇതുവരെ നേരിട്ട് അങ്ങനെ ടാർഗറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ രേണുവിനെ എതിരാളി എന്ന നിലയ്ക്ക് അവർ കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. സോ ഇതാണ് ഇപ്പോൾ ലൈവിൽ ഇന്ന് നമുക്ക് നടന്നു എന്ന് പറയാനായിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായിട്ട് വരാം. എല്ലാ കണ്ടസ്റ്റൻസും ഒക്കെ ഉഷാറായി വരേണ്ടതായിട്ടുണ്ട്. സോ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.